കർത്താവിന്റെ സാന്നിധ്യം ഞങ്ങൾ ഈ ഹാളിലോട്ട് കാലെടുത്ത് ഈ പെരുകി കയറുന്ന സീസൺ നമ്മൾ വെറുതെ ഒന്നും പാടുന്നതല്ല. സായപ്പോ തന്നെ എനിക്ക് വിരലൊക്കെ നിരത്തി വെച്ച് സ്പീഡിൽ ടൈപ്പ് ചെയ്യാൻ സാധിച്ചു. ഞാനൊരു കാര്യം വിശ്വസിക്കുന്നത് എല്ലാവരും കണ്ടോണം. ഏഞ്ചൽ നമ്മുടെ കൂടെ നിൽക്കും, നമ്മുടെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് നിങ്ങൾക്ക് തരാൻ പോവാണ്. അവൻ തുറന്നാൽ നടക്കാൻ ആർക്കും പറ്റത്തില്ല, അവൻ അടച്ചാൽ അവൻ തുറക്കാൻ ആർക്കും പറ്റത്തില്ല. ഉടനെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പോകാൻ നിങ്ങളുടെ സാമ്പത്തികം പെരിയത് വർദ്ധിക്കട്ടെ. എനിക്കറിയില്ല, കുറെ നേരിട്ട് പറയണം പക്ഷെ ഇവിടെ നിൽക്കും, പിന്നെ പറയണം ചില പെണ്ണത്തെ ഇളക്കി മറിച്ചുകൊണ്ട് അപ്പോസ്തലന്മാര് അവിടെ ഇറങ്ങിയപ്പോ തന്നെ അപ്പോസ്തലന്മാരെ എന്നൊക്കെ പറഞ്ഞു ഭൂമിയെ കീഴ്മേൽ മറിക്കുന്നവർ ഇവിടെ സ്വത്രം. ഇന്നലെ ഇവിടെ ആ സമയത്ത് ഇവർ അവിടെ ചെന്ന് അവരെ എൻകൗണ്ടേഴ്സ് ഒക്കെ പറഞ്ഞ സമയത്ത് കിസേമോള് ഇതിനകത്തുണ്ടെന്ന് വിശ്വസിക്കുന്നു. കിസേമോൾ ഇന്നലെ എന്നെ വിളിച്ച് പറയാം. കിസേമോൾക്ക് ഒരു അനുഭവം ഉണ്ടായി. കിസേമോളുണ്ടോ? ഉണ്ട്. ഇന്നലെ ഇവരെ പരിശുദ്ധാത്മാവിന്റെ എൻകൗണ്ടേഴ്സ് ഒക്കെ നമ്മുടെ തൊരിമല എന്ന് പറഞ്ഞ സമയത്ത് പരിശുദ്ധാത്മാവിന്റെ തൊണ്ടയെന്ന് പറഞ്ഞുള്ള പാട്ട് പാടിയ സമയത്ത് കിസേമോളെ പറഞ്ഞു എന്നെ അനുഭവം ഉണ്ടായി. അതായത് പരിശുദ്ധാത്മാവ് എന്നെ ഒന്ന് തൊടണോന്ന് പറഞ്ഞ് നമ്മൾ പാടിക്കൊണ്ടിരിക്കും. അപ്പൊ ഞാൻ പെട്ടെന്ന് എന്റെ ഉള്ളിൽ ഇങ്ങനെ പറഞ്ഞു, പരിശുദ്ധാത്മാവ് നീ തൊടണോന്നാണല്ലോ ഈ പറയുന്നത്, അപ്പം എന്തായാലും നീ എന്നെ തൊടാൻ വരും, അങ്ങനെയാണെങ്കിൽ ആ തൊടാൻ വരുന്ന കൈയും ആ മുഖമൊക്കെ എന്നെ ഒന്ന് കാണിക്കണേന്ന് പറഞ്ഞു. അപ്പം ഇങ്ങനെ പരിശുദ്ധാത്മാവിനോട് എന്ത് പറഞ്ഞാലും പരിശുദ്ധാത്മാവ് ചെയ്തു തരൂ എന്നാണല്ലോ പറയുന്നത്. അപ്പം എന്നെ തൊടാൻ വരുന്ന ആ കൈയും മുഖവും ഒക്കെ എനിക്ക് കണ്ടാൽ മതി എന്ന് ഞാൻ പറഞ്ഞു. അത് ഞാൻ പറഞ്ഞു വർഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് ഞാൻ കാണുന്നതെന്ന് പറഞ്ഞാല് ഈ ചിറകുകൾക്കിടയിലൂടെ ഒരു അഗ്നി കൊണ്ട് ഈ കുഞ്ഞു പിള്ളേരുടെ ഒക്കെ സോഫ്റ്റ് ആയ കൈയില്ലേ, അതുപോലത്തെ ഒരു കൈ ഇങ്ങനെ ഇറങ്ങി വരും, എന്റെ നേരെ നീട്ടി നീട്ടി വരുന്നതായിട്ട് ഞാൻ കണ്ടു. അത് കഴിഞ്ഞ് വീണ്ടും വർഷിപ്പ് ചെയ്തോണ്ടപ്പോ ഞാൻ കാണുന്ന വെച്ചാൽ അങ്ങനെ ഓരോരുത്തരുടെ നേരെ ആ കൈ ഇങ്ങനെ നീട്ടി പിടിച്ചേക്കുവാ. ഇങ്ങനെ തൊട്ടോ എന്നും പറഞ്ഞ് ഇങ്ങനെ നമ്മള് എന്തേലും താന്ന് പറഞ്ഞ് ഇങ്ങനെ കൈ നീട്ടുന്നത് പോലെ ഒരു അഗ്നി കൊണ്ട് പൊതിയപ്പെട്ട ഒരു ഗോൾഡൻ കളറും ഒക്കെ ആയിട്ടുള്ള നല്ലൊരു കൈ, സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കൈ ഞാൻ കണ്ടു. ഇന്നലെ വളരെ അനുഗ്രഹമായിരുന്നു. അൽബാറെ ഇന്നത്തെ അവിടുത്തെ കാര്യങ്ങളെ കുറിച്ച് ഒരു വാക്ക് അവിടുത്തെ റിവാസിന്റെ വായിൽ നിന്ന് നമുക്ക് കേൾക്കാം. അൽബാറെ അൽബാറുണ്ടോ? ഉണ്ട് ബ്രദറെ, വർണ്ണിക്കാൻ പറ്റാത്ത രീതിയിലാണ്. നമുക്ക് വ്യക്തിപരമായിട്ട് സഹോദരിമാരെല്ലാം അറിയാം. അപ്പൊ നമ്മൾ വിചാരിക്കണം ഇവരെ കൊണ്ട് ഇത്രയും നമുക്ക് ഒരു കണക്ക് വെച്ചിരിക്കുകയല്ലേ. പക്ഷെ ഇവര് കേറിയ കൂടെ നിന്നിട്ട് എന്താ പറയാ, സമയം പോയതൊന്നും അറിഞ്ഞില്ല സത്യത്തിൽ. അതുപോലെ ഇവർ ഓരോരുത്തരും മാറിയത് മൈക്കെടുത്ത് ഇങ്ങനെ അടുത്ത ആള് കേറിയെന്നൊരു ഗ്യാപ്പ് വരാത്ത രീതി. അതാണ് ഏറ്റവും ഇത്രയും പേര് ശുശ്രൂഷിച്ചിട്ട് ഇടയ്ക്ക് ഞാൻ കയറി എന്നാൽ അടുത്ത ആൾ കയറി, അങ്ങനെ ഒരു ഗ്യാപ്പ് ഫീൽ ചെയ്യാത്ത രീതിയിൽ അത്ഭുതകരമായിട്ട് പരിശുദ്ധാത്മാവ് അത് ചെയ്തെടുത്തു. ഓരോരുത്തർ അവരുടെ പാടിയ പാട്ടെന്നൊക്കെ ഒരേ പിച്ച്, അതാ എനിക്ക് അത്ഭുതം വന്നേ. ഇവര് പലരും പാടിയിട്ട് ഒരേ പിച്ചും ഒരാള് പാടുന്ന പോലെ തന്നെ. ഇവരോട് ഞാൻ പോകാൻ നേരത്ത് പറഞ്ഞു, നിങ്ങൾ പാടിയത് എല്ലാവരും പാടിയെങ്കിലും
ഒരാള് പാടിയ പോലെ എനിക്ക് ഫീൽ ചെയ്തത്. അതുപോലെ മനോഹരമായിട്ടാണ് നിങ്ങൾ പാടിയത്. ഞാൻ ചോദിക്കുകയും ചെയ്തു, നിങ്ങൾ ചേട്ടത്തി അനിയത്തിമാരൊക്കെ ആരെങ്കിലും ഇതിനകത്തുണ്ടോ എന്ന് ഇവരോട് ചോദിച്ചു. കാരണം അതുപോലെ സൗണ്ട് വന്നത് ഒരേ അല്ല, ഞങ്ങൾ കർത്താവിനുള്ളത് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ അതുപോലെ സൗണ്ട് ആയിരുന്നു, കറക്റ്റ്. എല്ലാവരും ഒരേ സൗണ്ടും വളരെ അനുഗ്രഹമായിരുന്നു. എല്ലാവർക്കും സഭ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. കർത്താവ് വലിയ ദൈവശക്തി, വലിയ ദൈവം മഹത്വം അറിയും. ഇന്നലെ പോയ ബിന്ദുസ് ആരെങ്കിലും ഉണ്ടോ ഇതിന്റെ അകത്ത്? നിങ്ങൾ ഒരു വാക്കൂടെ ഇതിന്റെ ബാക്കി ഫുൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ ബ്ലോസം ഫ്രെയിംസിൽ വൈകുന്നേരം ഇന്ന് സാക്ഷികളുടെ കുമാരായിരിക്കും. പറഞ്ഞോളൂ. ഇന്നലെ എന്റെ പരിശുദ്ധാത്മാവ് എന്നുള്ള പാട്ട് പാടി ആരാധിക്കുമ്പോ കർത്താവ് നമ്മുടെ ശരിക്കും പറഞ്ഞ നെഞ്ചോട് ചേർത്ത് അങ്ങോട്ട് കെട്ടിപ്പിടിക്കുന്ന ഒരു അനുഭവമായിരുന്നു. ഇപ്പോഴും ആ വീഡിയോ കണ്ടപ്പോ ഞാൻ ശരിക്കും പറഞ്ഞ നിന്നോണ്ട് കോരി ധരിക്കുക. അതുപോലത്തെ ഇപ്പോഴും ആ വീഡിയോ കണ്ടപ്പോഴും എനിക്ക് അതേ അനുഭവം, നെഞ്ചോട് നമ്മൾ ചേർത്ത് അണയ്ക്കുന്ന എനിക്ക് അനുഭവം ഉണ്ടാവാനിടയായി. സാക്ഷ്യമാണ്. എനിക്കറിയാം ശരിയാ, എൻകൗണ്ടേഴ്സ് ഉണ്ടായിട്ടുണ്ട്. ഒരു എൻകൗണ്ടർ സോങ് ആണ്. ഒരു എൻകൗണ്ടർ സോങ് ആണ്. പരിശുദ്ധാത്മാവിനെ എൻകൗണ്ടറിന് ക്ഷണിക്കുന്ന ഒരു ഗാനമാണ്. ഓരോ പറഞ്ഞപ്പോഴാണ് സ്തോത്രം. അതുപോലെ പെട്ടത്. സ്തോത്രം. ഓക്കെ, ബിന്ദു സേതുണ്ടോ ഇതിന്റെ അകത്ത്? എനിക്കൊന്ന് ഡ്യൂട്ടിക്ക് പോയെന്ന് തോന്നുന്നു. ആ കൂടെ പോയ ആരെങ്കിലും ഉണ്ടോ? ഞാനുമാണ്. ആദ്യം തന്നെ ഇങ്ങനെ ഒരു അവസരം കിട്ടിയതിന് അവർക്ക് കർത്താവിനോടും അതുപോലെ അവസരം ഒരുക്കി തന്ന വിനോദ് ഭവനോടും വിനുവാന്റിയോടും പ്രത്യേകം നന്ദി പറയുന്നു. വളരെ അനുഗ്രഹമായിരുന്നു. കാരണം സഭയിൽ മാത്രം ഒതുങ്ങി നിന്ന ഞങ്ങള് ജൈനിയാന്റി പറഞ്ഞ പോലെ ആദ്യം കരയിലൂടെയും പിന്നെ വെള്ളത്തിലൂടെയും ഇനി ഞങ്ങൾ വായുവിലൂടെ പോകാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ്. കർത്താവ് വളരെ അനുഗ്രഹമായിരുന്നു. എനിക്ക് ശരിക്കും പറഞ്ഞാൽ 2-3 ദിവസമായിട്ട് ഭയങ്കര ചുമയും അതുപോലെ തന്നെ ഭയങ്കര അസ്വസ്ഥതകളൊക്കെ ആയിരുന്നു. എന്നാൽ ഇന്നലത്തെ ആരാധനയ്ക്ക് ശേഷം ഇവിടെ വന്നു കഴിഞ്ഞിട്ട് എനിക്ക് അത്രയ്ക്ക് ചുമ വന്നിട്ടില്ല. തൊണ്ടയ്ക്ക് ചെറിയൊരു അടപ്പൊക്കെ ഉണ്ടായിരുന്നു അങ്ങോട്ട് പോകുമ്പോ. പക്ഷെ മൈക്ക് കിട്ടി കഴിഞ്ഞപ്പോ എല്ലാം മാറി. കർത്താവിന്റെ വലിയ സാന്നിധ്യം അവിടെ ഇറങ്ങി. അതുപോലെ തന്നെ ചേർത്തല സഭയിലുള്ള വിശ്വാസികളുടെ സ്നേഹവും കരുതലും എല്ലാത്തിനും കർത്താവിനോടും ഒപ്പം അവരോടും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ അനിൽ ബ്രദറിന്റെ ഓരോ ആ ഒരു കരുതലും സംസാരം നമുക്കൊരിക്കലും മനസ്സിൽ നിന്ന് ഒരപ്പൻ പറയുന്ന പോലെ ഓരോ കാര്യങ്ങൾ ഞങ്ങൾ പോരാ പറഞ്ഞു തന്നു. അതെല്ലാം കർത്താവിന്റെ വലിയ കൃപ. എല്ലാത്തിനും ഒരുപാട് നന്ദി പറയുന്നു. പ്രത്യേകം ലിനുവാന്റിയോടാണ് നന്ദി പറയുന്നത്. കഴിഞ്ഞ ദിവസം ഞാനിവിടെ മഴയൊക്കെ ആയതുകൊണ്ട് ഇതിൽ കയറാനായിട്ട് താമസിച്ചു പോയി. ആന്റി എന്നെ അന്വേഷിച്ചെന്ന് പറഞ്ഞു. ആന്റിയോട് അതിന് ക്ഷമയും ചോദിക്കുന്നത്. കാരണം മഴ ഞാൻ സൂമി കയറിയപ്പോ താമസിച്ചായിരുന്നു. എല്ലാ മഹത്വം കർത്താവിന്, എല്ലാ ഇതും കർത്താവിന്. കർത്താവ് എല്ലാവരും ധാരാളം അനുഗ്രഹിക്കട്ടെ. പറയാനായിട്ട് എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല. ബാക്കി ഡീറ്റെയിൽ നിങ്ങൾ ബ്ലോസം ഫ്ലെയിംസില് എല്ലാവരും സൗകര്യമായും കയറണം. ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശദവിവരങ്ങൾ വൈകുന്നേരം ഉണ്ടാവുമെന്ന് ഉറപ്പിക്കുന്നു. ഇന്ന് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. എനിക്കറിയാൻ പോയ ഓരോരുത്തരോടും ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് അത്ഭുതമായിരിക്കും പറയാനുള്ളത്. കാര്യം തിരിച്ചു വന്നപ്പോൾ ഓരോരുത്തരെയും വിളിച്ച് ഓരോ കാര്യങ്ങൾ പറയുകയാണ്. സ്തോത്രം. ഇനി നമുക്ക് സ്തോത്രം ചേർത്തലയിൽ നിന്നും 12 അപ്പോസ്തലന്മാര് സ്തോത്രം ലാൻഡ് ചെയ്തു. സ്തോത്രം അടുത്തുരുത്തി പട്ടണത്തിൽ. സോറി, റെഡിയാ?
പരിശുദ്ധാത്മാവ് പറഞ്ഞു, അടുത്ത ഉണർവിൽ എങ്ങനെയാണോ ഹെവൻലി ഫീസ്റ്റ് ഇന്ന് ഇതായത് സഹോദരിമാർ ഇറങ്ങി തിരിച്ചുകൊണ്ട് അവരിറങ്ങി പുറപ്പെട്ടതുകൊണ്ടായി ഉണർവ്, അതുപോലെ തന്നെ അടുത്ത ഘട്ട ഉണർവും സഹോദരിമാരും കുഞ്ഞുങ്ങളും ചേർന്ന് വളരെ ശക്തമായി ഉപയോഗിക്കും. വീട്ടുമുറ്റത്ത് രണ്ട് പെണ്ണുങ്ങൾ തമ്മിൽ ഉണർവിനെ ഇട്ട് ചാടിക്കുകയാണ്. ഇന്ന് അപ്രസക്തമെന്ന് എഴുതി തള്ളിയ ചിലർ ഇപ്പോൾ എന്നെ കേൾക്കുന്നു. അടുത്ത 10 വർഷം കഴിയുമ്പോൾ ഭാരതത്തിന്റെ സഭയിൽ നിന്നെ മാറ്റി നിർത്തിയിട്ടൊരു കാര്യമില്ല എന്ന സ്ഥിതി വരാൻ പോകും. വിനോദ പറഞ്ഞു, നിങ്ങൾ ഏത് രോഗമാണെങ്കിലും നിങ്ങൾ പറയണം യേശുവിന്റെ നാമത്തിൽ പേരും പേരും ബാധിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ മോന്റെ ആരോഗ്യം പേരും പേരും ബാധിക്കും. അവര് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പൂർണ്ണ സൗഖ്യം കിട്ടി. പരിശുദ്ധാത്മാവ് നിറയ്ക്കുന്നവനാണ്. എനിക്ക് ഏത് വാക്യമാണ് 5 കൊണ്ട് 5000 പേരെ ഘോഷിപ്പിച്ച ആ ദൈവം ഇന്ന് നിങ്ങളുടെ ഉള്ളിൽ മഹത്വം എന്റെ ഉള്ളിലായിരിക്കുന്നത്. ആ മഹത്വമുള്ള നമ്മൾ ഓരോരുത്തരും ഒരു വാക്ക് കൽപ്പിച്ചാൽ സൗകര്യമാരും 10-60 പേരുള്ള എല്ലാ ദിവസവും കഴിഞ്ഞ 1 വർഷമായിട്ട് അവരുടെ ട്രെയിനിങ് പീരീഡായി. ഇത് നോക്കി എത്ര ശക്തമായി ഒറ്റ മനസ്സ്
ഹല്ലേലൂയ. സ്തോത്രം. അവര് ഞാൻ ആര്യ എക്സെപ്റ്റ് പിള്ളൂർ മ്യൂട്ട് ചെയ്യണേ. ആര്യ എക്സെപ്റ്റ് പിള്ളൂർ മ്യൂട്ട് ചെയ്യണേ. സ്തോത്രം. ഹല്ലേലൂയ. അവര് ഇന്നലെ വന്നത് മാത്രം ലാൻഡ് ചെയ്ത് മാത്രം വീഡിയോ എടുക്കാൻ പറ്റില്ല. അതുകൊണ്ടുണ്ടാകുന്ന അടിപൊളി ഫുൾ ഹല്ലേലൂയ. എന്റെ സ്വരങ്ങളെ ഇന്നലെ എന്താ പറഞ്ഞാൽ പറയാൻ വാക്കുകളില്ല. അതുപോലത്തെ ദൈവപ്രവൃത്തിയായിരുന്നു നടന്നത്. സ്വപ്നം തുടങ്ങിയപ്പോ തൊട്ട് ദൈവമഹത്വം ഇറങ്ങി. സ്വതന്ത്രം മത്സര ആന്റിന്റെ അത് തീർത്തണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആന്റി പറയുന്നു ഇന്നലെ ആ സുരേഷ്ന്റെ ഒക്കെ കൂടെ വാഹനത്തിൽ വരുന്ന സമയത്ത് തന്നെ ആ വണ്ടിക്കകത്തിരിക്കുമ്പോ തന്നെ ചേർത്തല തൊട്ട് ഇങ്ങനെ ഒരു തീകോളം മത്സരാന്റി ഇതിനകത്തുണ്ടോ? മത്സരാന്റി കേട്ടിട്ടുണ്ടോ? ഒരു തീകോളം മത്സരാന്റി പറഞ്ഞിട്ടുണ്ടോ? ഞാൻ ഇന്നലെ അമ്പിളിയുടെ കാറിനകത്താണ് ഞാൻ കട്ടുരത്തിലോട്ട് വന്നത്. അപ്പൊ അമ്പിളി എന്നോട് പറഞ്ഞ് ആന്റിയാണ് കത്തിക്കേണ്ടത്, തീ കൊളുത്തേണ്ട ആന്റിയാണ്, ആന്റി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാനിങ്ങനെ ഞങ്ങള് 2 വത്സലന്മാരും ഉണ്ട്, ജിഷയുണ്ട്, അമ്പിളിയുണ്ട്, സുരേഷ് ബ്രദറുണ്ട്. ഞങ്ങളിങ്ങനെ ഇരിക്കുമ്പോ ഞാൻ കാണുന്ന വലിയൊരു തീ ഗോളമാണ് ഈ വണ്ടിയുടെ അകത്തോട്ട് വന്നത്. ഇങ്ങോട്ട് വന്നിട്ട് ഈ ഗോളം ഇങ്ങനെ കത്തി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഞാൻ കാണുന്നത്. അത് ഇവിടുന്ന് ചേർത്തല തൊട്ട് കടുത്തുരുത്തി വരെ കണ്ടു. അതിൻ്റെതാണ് അവിടെ വന്ന് കേറിയപ്പം തൊട്ട് കത്തിക്കാൻ തുടങ്ങിയത്. അഭിഷേകത്തിൽ നിറഞ്ഞുകൊണ്ട് തന്നെയാണ് എല്ലാവരും നിന്ന്, എല്ലാ മക്കളും അവിടെ കൂടിയിരുന്ന മക്കളും സ്റ്റേജിൽ നിന്നവരും എല്ലാവരും, എല്ലാ മഹത്വവും കർത്താവിന്. ആമേൻ ആമേൻ. അങ്ങോട്ട് വരുന്ന വഴിക്ക് തന്നെ ഞാൻ വിശ്വസിക്കുന്ന പോകുന്ന വഴിക്ക് തന്നെ ഈ എല്ലായിടത്തും കത്തിയിട്ടുണ്ട്. സ്തോത്രം. വന്ന വഴി മുഴുവൻ പട്ടണത്തെ പിടിച്ചെടുത്തോണ്ടാണ് അവർ പോന്നിരിക്കുന്നത്. അല്ലെങ്കിൽ അതിനുശേഷം അവിടെ വന്നു സ്തോത്രം നമ്മുടെ ജിഷ്ടാസോരി പറഞ്ഞ താന് വണ്ടിയെ യാത്ര ചെയ്ത എനിക്ക് ഉമിറ്റിയും തന്റെ വിവാഹ ദിവസം പോലും കാറിൽ ഇരുന്ന് ഉമിറ്റ് ചെയ്ത കക്ഷിയാണ്. സ്തോത്രം. പക്ഷെ ഇവരോട് പറഞ്ഞില്ല. ഇങ്ങനെ ഈ 2 വത്സല സിസ്റ്റർമാരുടെ നടുക്കായിട്ടാണ് ജിഷ്ടാസൗരി അവിടെ ഇരുന്നത്. ജിഷ്ടാസൗരിന്റെ അത് കേട്ടിട്ടുണ്ടോ? നമ്മുടെ തമ്മിറ്റ് ജിഷ്ടാസൗരി ഇല്ലാണ്ടുണ്ടോ? ജിഷ്ടാസൗരി പറയാനാണ് ഉണ്ടോ? ഷാൽബിസോരി മ്യൂട്ട് ചെയ്യണേ എല്ലാവരും. സോറി. ഓക്കെ. പക്ഷേ കർത്താവ് അല്പം ചെയ്തു. ഈ 2 വത്സല സൗരിമാരോട് പറഞ്ഞില്ല. പക്ഷെ ഒരു കുഴപ്പമില്ല. എത്രയും ദൂരം ഓടിച്ചു വന്നിട്ടും പുള്ളിക്കാരിക്ക് അത് സൗഖ്യമായി. അതിനുശേഷം അവിടെ വന്നു. പ്രിയപ്പെട്ടവരെ, വാസ്തവത്തിൽ നമ്മളൊരു 10 തൊട്ട് 11 കാലം നല്ലൊരു ടൈമിംഗ് ഒക്കെ പ്ലാൻ ചെയ്താണ് കയറിയത്. പക്ഷെ ഇവര് കയറി അതിന് സാക്ഷ്യം പറയാൻ തുടങ്ങിയപ്പോ ഇതിനെ തുടർന്ന് ഒരു ദൈവവചന ശുശ്രൂഷ ആ ഫ്ലോയിൽ തന്നെ എന്റെ ഉള്ളിലും പരിശുദ്ധാത്മാവ് നടക്കുന്ന ഫുൾ പ്രോഗ്രാം അവർക്ക് വേണ്ടി വിട്ടുകൊടുക്കാൻ. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, രജാസൗരിയും പറഞ്ഞായിരുന്നു അല്ലെ? രജാസൗരിയോട് അതന്നെ രജസൗരി പരിശുദ്ധാത്മാവ് തന്നെ പറഞ്ഞേ രജിത സോറി ബ്ലോസം ജീസസ്. വിനോദ് ചേച്ചൻ, ഞാൻ കഴിഞ്ഞ തിങ്കളാഴ്ച ഞാൻ അടുക്കളയിൽ ജോലി ചെയ്തോണ്ടിരിക്കുമ്പോൾ തന്നെയാണ് കർത്താവ് എന്നോട് അംബ്ലിസ്റ്റോട് പറയാൻ പറഞ്ഞു, ഞായറാഴ്ച മെസ്സേജ് എടുക്കാൻ റെഡി ആയിക്കോളാൻ പറഞ്ഞു. അപ്പൊ ഞാൻ 12:05 അംബ്ലിസിന് ഒരു വോയിസ് വിടുന്നത്. അംബ്ലിസിസ് റെഡി ആയിക്കോ, ഞായറാഴ്ച മെസ്സേജ് എടുക്കാൻ റെഡി ആയിക്കോ എന്ന് പറഞ്ഞ് ഞാൻ വോയിസ് വിട്ടു. അംബ്ലിസിസ് അപ്പൊ തന്നെ ആമേൻ അടിച്ചു. അതുപോലെ തന്നെ ഇന്നലെ സ്റ്റേജിലോട്ട് ചെന്ന് കയറുന്ന സമയത്തും ഞങ്ങൾ എല്ലാരും ബാഗ് താഴെ വെച്ചിട്ടാ കയറിയ. അംബ്ലിസിസ് മാത്രം ബൈബിൾ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ ചേർത്ത് പിടിച്ചോണ്ട് വന്നു. അപ്പോഴും ഞാൻ ആ സ്റ്റേജിൽ വെച്ച് പറഞ്ഞു, ഈ സ്റ്റേജിൽ നിന്ന് ശുശ്രൂഷിച്ചിട്ട് അല്ലാതെ താഴത്തോട്ട് ഇറങ്ങത്തില്ല എന്ന് പറഞ്ഞു. കർത്താവ് അത് അവിടെ തന്നെ അഡ്ജസ്റ്റ് ചെയ്തു. എല്ലാ മഹത്വം യേശുവിന്. അപ്പം ശുശ്രൂഷ സ്തോത്രം ശുശ്രൂഷിക്കണം അങ്ങനെ പറഞ്ഞ പരിശുദ്ധാത്മ ഒരു സെക്കൻഡ്. ഹല്ലേലൂയ. ആമേൻ. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, പിന്നീട് അവിടെ നടന്ന ദൈവപ്രവൃത്തി ഓരോരുത്തരും മാറി മാറി കയറി വർഷിപ്പാണേലും വളരെ വളരെ മനോഹരമായിട്ട് ദൈവസാന്നിധ്യത്താൽ നിറഞ്ഞ് ദൈവവചന ശുശ്രൂഷയിൽ ജനങ്ങളെ എഴുന്നേറ്റ് നിന്ന് സ്വീകരിക്കാൻ. അതുപോലെ തന്നെ വത്സല മധുസൗരി സൗരിയും ഇന്നലെ വാസ്തവത്തിൽ പിന്നീടാണ് അറിഞ്ഞത് സിസ്റ്റർ വരാനായിട്ട് അങ്ങനെ പ്ലാൻ ചെയ്തിരുന്നല്ല. പക്ഷെ സൗരി അവിടെ നിന്ന് സാക്ഷ്യം പറഞ്ഞു വളരെ മനോഹരമായിട്ട് വലിയ ദൈവപ്രവൃത്തികളായിരുന്നു കർത്താവ് അവിടെ ചെയ്തത്. സ്തോത്രം. വേറൊരു വലിയൊരു കാര്യം ഞാൻ മനസ്സിലാക്കിയത്, അവിടെ ഇരിക്കുന്ന സഭ മീറ്റിങ്ങിന് വന്ന ഓരോ സൗരിമാരുടെ അവരുടെ ഉള്ളിൽ അവരെ കൊണ്ട് ഇത് സാധിക്കും, അവർക്ക് ചെയ്യാൻ സാധിക്കുമെന്നുള്ള രീതിയിൽ
സ്വന്തം അവരുടെ ഉള്ളിൽ വലിയൊരു വിശ്വാസം വർദ്ധിക്കുന്നത്. ഒരു പാസ്റ്റർ ഒന്ന് ശുശ്രൂഷിച്ചാൽ അവര് അതിനെ ആ രീതിയിലേ കാണത്തുള്ളൂ. ഈ ദൈവദാസനെ കൊണ്ട് ഇത് പറ്റും. പക്ഷെ സാധാരണക്കാരെ ആൾക്കാർ എഴുന്നേറ്റ് ശുശ്രൂഷിക്കുമ്പം അവർക്ക് എനിക്കിത് സാധിക്കും. അങ്ങനെ വലിയൊരു സ്വത്രം ഒരു സഭയിൽ മുഴുവൻ ഒരു ചലനം ഉണ്ടാകുന്ന കാണാൻ സാധിച്ചു. സ്വത്രം. ഓക്കെ, അമ്പിളി സിസ്റ്റർ ഇതിന്റെ അകത്തുണ്ട്. അമ്പിളി സിസ്റ്ററിന് ഇന്നലെ എത്ര അനുഭവം എന്തായിരുന്നു? അമ്പിളി സുരേഷ് പറഞ്ഞോ. സോറി, മറ്റൊരു ജസ്റ്റ് സാക്ഷ്യം പറയാനുള്ള ഒരു 5 മിനിറ്റ് ആണ് പറഞ്ഞിരുന്നത്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ നമ്മൾ വചനത്തിലൊന്നും പ്രിപ്പയർ ആയിട്ടില്ലായിരുന്നു. പക്ഷെ ചെന്ന് സ്റ്റേജിലോട്ട് നിന്ന് കഴിഞ്ഞപ്പം ശരിക്കും എന്റെ മൈൻഡ് ഓഫ് ആയി പോയി. പിന്നെ എനിക്ക് ഇപ്പോഴും അവിടെ നടന്ന എന്താന്ന് ഒരു ഐഡിയ ഇല്ലാതെ ഞാൻ നിൽക്കുന്നത്. ഇന്നലെ സുമി ഓരോരുത്തർ വിളിച്ചപ്പോഴും ഞാൻ പറഞ്ഞു എന്തൊക്കെയാ അവിടെ പറഞ്ഞെന്ന് പോലും എനിക്ക് ഇപ്പോഴും എനിക്കറിയില്ല. കാരണം അത്രയും പരിശുദ്ധാത്മ ഇന്നും ആ ഒരു വൈബ്രേഷനിലാണ് ഞാൻ നിൽക്കുന്നത്. വാസ്തവത്തിൽ സമയം തികയാത്ത പോലെ, എനിക്കറിയാം ടൈം തികഞ്ഞില്ല. അതുപോലെ വലിയൊരു വചനവും ഇങ്ങനെ അവരിലൂടെ ഒഴുകി വരും. പ്രവചനങ്ങളും ദൂതുകളും ഒക്കെ ശക്തമായിട്ട് കർത്താവ് അത്ഭുതങ്ങൾ കർത്താവ് ഇന്നലെ അവിടെ ചെയ്തു. വലിയ സന്തോഷമായിരുന്നു. സഭയിൽ മുഴുവൻ വലിയൊരു സന്തോഷമായി. ആർക്കും പിരിയാൻ പറ്റാത്ത പോലെ. ഇന്നലെ പ്രവീൺ എന്ന് പറഞ്ഞൊരു മോൻ ആദ്യമായിട്ട് അവിടെ വന്നു. മോന് അവനൊക്കെ കർത്താവ് തൊട്ടു. ആള് വെയിറ്റിംഗ് എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങളോടൊക്കെ യാത്ര വന്നിട്ടും പിന്നെ പോകാതെ അവിടെ ഇങ്ങനെ വട്ടക്കറങ്ങി നിൽക്കുകയാണ്. അങ്ങനെ വലിയൊരു സന്തോഷവും പറഞ്ഞാൽ തീരത്തില്ല അതുപോലത്തെ അനുഭവങ്ങളായിരുന്നു. ഞാൻ പറഞ്ഞ ഒരു ചരിത്രം, ഇതൊക്കെ നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കുന്ന ഒരു ചരിത്ര സംഭവമായി ഹാലലുയ. കർത്താവ് ഇനി എല്ലാരും എന്നെ കേൾക്കുന്ന എല്ലാവരും റെഡിയാകുക. സൗരന്മാരും എല്ലാവരും റെഡിയാകണം. ലൈറ്റുകളൊക്കെ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. അതുപോലെ സ്വതന്ത്ര ബ്ലോസം ഫ്ലെയിംസിലെ അപ്പോസ്തല സ്വതന്ത്ര ലിനു വിനോദ് ഇന്നലെ വെള്ളൂർ സഭയിലേക്ക് എന്നോട് സൈമോംബ്ര 2-3 ആഴ്ചയായിട്ട് റിക്വസ്റ്റ് ചെയ്യായിരുന്നു അങ്ങോട്ട് വിടണം എന്ന് പറഞ്ഞുകൊണ്ട്. സ്തോത്രം. കടുത്തുരുത്തിൽ കഴിഞ്ഞതിന് മുമ്പത്തെ ആഴ്ച ശുശ്രൂഷിച്ചപ്പം സൈമോംബ്രയുടെ മമ്മി സൈമോംബ്രാണ് പറഞ്ഞത്. അല്ലെ സൈമോംബ്രയുടെ എന്നെ മമ്മി പറഞ്ഞേ? വിനോദറെ മമ്മി പറഞ്ഞില്ല, അപ്പം പരിശുദ്ധാത്മാവ് പറഞ്ഞു എന്നോട്. ആമേ, അതും വിളിക്കുന്നത് വേറെ. ഇന്നലെ അമേസിംഗ് എന്ന് പറഞ്ഞാൽ പറയാൻ പറ്റത്തില്ല കാരണം ലിനുശേഷനെ എഴുതിക്കൊണ്ട് പറയല്ല. ലിനുശേഷ കയറിയ മുതൽ പരിശുദ്ധാത്മാവിന്റെ ഒരു വലിയ ഇതുവരെ ഞങ്ങൾ അനുഭവിക്കാത്ത ഒരു വലിയ സന്തോഷമായിരുന്നു പറയാം. കർത്താവ് ഉപയോഗിച്ചു. കാരണം അത് തന്നെയല്ല, ഇന്നലെ വേർഡ് ഓഫ് നോളജ്, ഇന്നലെ ഒരു മോന്റെ പേര് ജെയ്സൺ എന്ന് പറഞ്ഞൊരു മോന്റെ പേര് സിസ്റ്റർ വെളിപ്പെടുത്തി. അത് നമ്മുടെ സാലിസൗരി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു സഹോദരൻ ആ കറക്റ്റ് രോഗം അത് ഇന്ന കാര്യമാണെന്ന് പറഞ്ഞ് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി. ഇന്നലെ വളരെ സന്തോഷമായിരുന്നു. വളരെ എല്ലാവർക്കും അതൊരു സഹോദരിമാർ അതൊരു പ്രത്യേക ഒരു മൂവ്മെന്റിലേക്ക് പരിശുദ്ധാത്മാവ് ഇന്നലെ എല്ലാവരെയും അത് കേട്ട ഓരോ പ്രിയ മക്കളുടെ ജീവിതത്തിലും വലിയ അനുഗ്രഹമായിരുന്നു. അവർക്കെല്ലാം പറയാൻ സാക്ഷികൾ കാണും. അവരുടെ ചോദിച്ചാൽ എനിക്കറിയാം എല്ലാവർക്കും പറയാൻ സാക്ഷികൾ. അത്ര സന്തോഷമായിരുന്നു പറയാം. കർത്താവ് ശക്തമായി ഉപയോഗിച്ചു. 1 മണിക്കൂർ 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് സിസ്റ്റർ ആ നീട്ടി തന്നെ പരിശുദ്ധാത്മാവ് ഉപയോഗിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അതുപോലെ തന്നെ ആർക്കും ഒരു ഇതില്ലാതെ വലിയ സന്തോഷമായിരുന്നു പറയാം. ഭയങ്കര സന്തോഷം. വീഡിയോ ഉണ്ട്, വേറെ വീഡിയോ ഉണ്ട്, 3-4 വീഡിയോ ഉണ്ട്. അത് എനിക്ക് കിട്ടിയായിരുന്നു മോനെ. പക്ഷെ അത് ചെയ്തിട്ടുണ്ടോ? അതാ വർക്ക് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. അത് ഞാൻ അയച്ചുതരാം. അങ്ങനെ അയച്ചുതരാം. ഇപ്പൊ ചെയ്തിരിക്കുന്ന പോലെ ഒരു വീഡിയോ ആയിട്ട് ഒരു ചെറിയ കേട്ടോ. എനിക്ക് 2 വീഡിയോ കിട്ടിയായിരുന്നു. അതൊന്ന് വർക്ക് ചെയ്തൊന്ന് അവനെ ഒരു വീഡിയോ ആയിട്ട് കേട്ടോ. അതിന്റെ ഉപരി ആദർശം അതിന്റെ ഒരു 1-2 വീഡിയോ ഒന്ന് രാഘവേന്ദ്രൻ അയച്ചു കൊടുക്കേ. അത് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ ഷെൽബി സോറി പറഞ്ഞു. ഷെൽബി സോറി പറഞ്ഞു. അതെ അതെ, തുടക്കം മുതലേ ഞാനൊന്ന് എനിക്കുണ്ടായ അനുഭവം ഒന്ന് പറയാൻ വേണ്ടിട്ട് ഞാൻ ഇങ്ങനെ എനിക്കിങ്ങനെ സമയം കിട്ടുന്നില്ല. ഇങ്ങനെ പറഞ്ഞു പോകുന്നോണ്ട് എനിക്ക് ഇപ്പോഴും എനിക്കറിയില്ല എന്താ പറയുന്നത്. പറയുമ്പോഴും ഇന്നലെ തുടക്കം മുതലുണ്ടായ എനിക്കിപ്പോഴും എന്റെ ശരീരത്തിൽ ഞാനത് അനുഭവിച്ചുകൊണ്ടിരിക്കുക. എനിക്കത് എങ്ങനെ വിശദീകരിക്കണം എന്ന് അറിയത്തില്ല. അതുപോലെ ദൈവമഹത്വമായിരുന്നു. കാരണം കർത്താവ് ഏതൊരു ലെവലിലേക്ക് സത്യം പറഞ്ഞാൽ ഡ്രൈനസ് ആയി കിടന്നു. എന്റെ ഹെൽമെറ്റിൽ ഡ്രൈനസ് വന്നതും അതെല്ലാം ഒന്ന് കത്തിക്കുന്ന ഒരു ഇതായിരുന്നു. ഞാൻ ശരിക്കും എനിക്കറിയാമായിരുന്നു ഞാൻ എന്റെ ജീവിതത്തിൽ ഇതുപോലെ ഞാൻ മാറുന്ന ആരാധിക്കും. എല്ലാവരും വേറെ ഒരു സ്റ്റൈലായിരുന്നു പറയുന്നത്. അതുപോലെ ആത്മാക്കളും എനിക്കറിയില്ല അത് എങ്ങനെ വിശദീകരിക്കണം. അതുപോലെ ദൈവമഹത്വമായിരുന്നു.
ലിനു സിസ്റ്റർ അല്ല അവിടെ നിന്ന്, ലിനു സിസ്റ്റർ അവിടെ ഒന്നും ചെയ്തിട്ടില്ല. പരിശുദ്ധാത്മാവിന്റെ ആ പ്രവൃത്തി ഇപ്പോഴും ആ സാന്നിധ്യം വിട്ടുപോകുന്നില്ല. ഇപ്പൊ ഞാൻ പറയുമ്പോഴും അതെന്നെ കത്തിച്ചുകൊണ്ടിരിക്കുക. ഞാൻ തുടക്കം മുതൽ അതൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണില്ലേ. അതെ അതെ അതെ, ഞാൻ ഓർക്കുന്നുണ്ട് ശാലിസൗരി ആദ്യം തൊട്ടേ ഇങ്ങനെ പറയാൻ വേണ്ടി ഒരു ആര്യമോള് ഒക്കെ ഇങ്ങനെ പറയാൻ വേണ്ടി ഇങ്ങനെ ഓക്കെ സ്വത്രം ശാലിസിന്റെ വാക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം ഇപ്പോഴും അതിങ്ങനെ കണ്ടിന്യൂ ചെയ്യാം. ഹല്ലേലൂയ, ആമേൻ ആമേൻ. ദൈവാത്മാവിന്റെ വലിയൊരു മാനിഫെസ്റ്റേഷൻ, വിസിറ്റേഷൻ നമ്മുടെ സഭകളെല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കുക. സ്വത്രം. ആര്യമോൾ എന്തെങ്കിലും പറയാൻ വേണ്ടിയാണോ ഇടയ്ക്ക് അൺമ്യൂട്ട് ചെയ്തേ? സാലിസസ് പറഞ്ഞോ. രാജു സാലിസേ ബ്രദറെ, കേൾക്കാം. ബ്രദറെ, ഇന്നലത്തെ കാര്യം എനിക്കും അത് ഷാൽവി സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെയാ. ഞാനും ആ വൈബ്രേഷനിൽ ഇപ്പോഴും ആയിരിക്കുന്നത്. ഭയങ്കര സന്തോഷമായിരുന്നു സിസ്റ്റർ ശുശ്രൂഷിച്ചപ്പോ തന്നെ. തുടങ്ങിയപ്പോ തൊട്ടുള്ള എനിക്കറിയില്ല, അത് വേറൊരു ലെവലായിരുന്നു. പിന്നെ എനിക്ക് ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടായി. അതിന്റെ ഒരു അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാൻഡില് പകരപ്പെടുന്ന ആ ഒരു കാര്യം പറഞ്ഞ സമയത്ത് എന്റെ വലതേ കൈ ഇങ്ങനെ വൈബ്രേഷൻ ആയിട്ട്, എനിക്ക് ആ പറയുന്ന സമയത്ത് അതിന് മുമ്പേ ഇങ്ങനെ വൈബ്രേറ്റ് ആയിക്കൊണ്ടിരുന്നു. പക്ഷെ ഇത് പറഞ്ഞ സമയത്ത് എനിക്ക് അറിയത്തില്ല, എനിക്ക് നിർത്താൻ പറ്റത്തില്ല. അങ്ങനെ ഭയങ്കരമായിട്ട് എന്നെ ഇപ്പോഴും എനിക്കത് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുക. അതുപോലെ ഒരു കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ വലിയൊരു സങ്കടത്തിലൂടെ കടന്നു പോവായിരുന്നു. അത് കർത്താവ് എടുത്ത് പൊട്ടിച്ച്, അത് ശരിക്കും പറഞ്ഞാൽ എനിക്കറിയില്ല ഇത്രത്തോളം സന്തോഷം. കാരണം ഒരു ബ്രദർമാര് പറയുന്നതിനേക്കാൾ അധികം ഒരു സിസ്റ്റർ അത് പറയുമ്പോൾ അവര് ഞങ്ങളുടെ ജീവിതത്തിനകത്തൂടെ അവർ ഈ അനുഭവങ്ങളിൽ കൂടെ കടന്നു പോകുന്നവരാ. അപ്പൊ എനിക്കറിയില്ല അത് എന്താന്ന് പറയാം. ലിനു സിസ്റ്റർ ശരിക്കും ബോബി ബ്രദർ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ ഓർക്കുക. താൻ തന്നെ നടക്കാൻ പഠിക്കുമ്പോൾ മറ്റൊരാളെ കൂടെ നടക്കാൻ പഠിക്കും. മറ്റൊരാളെ അല്ല, ലക്ഷങ്ങളെ, കോടി സഹോദരിമാരെയാ ലിനു സിസ്റ്റർ പിടിച്ച് നടത്തുന്നത്. ഭയങ്കര സന്തോഷമായി ബ്രദർ. ഇതിൽ പല ഒരു സന്തോഷം ഇനി. ആമേൻ ആമേൻ. അവര് പറഞ്ഞ പോലെ ഒരു സഹോദരി പറയുമ്പോൾ അവര് അതുപോലെ തന്നെ കടന്നു പോകുന്ന സാഹചര്യം ബ്രദർമാർക്ക് പറയാവുന്ന ഒരു ലിമിറ്റുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. വലിയ സന്തോഷം. ആമേൻ, വലിയ സന്തോഷമുണ്ട്. ഹല്ലേലൂയ. എനിക്കാണ് ഏറ്റവും വലിയ സന്തോഷം. ഏറ്റവും വലിയ സന്തോഷം കർത്താവിനും പരിശുദ്ധാത്മാവിനും, അത് കഴിഞ്ഞ എനിക്ക്. ആമേൻ, സ്തോത്രം. ഇന്നലെ ലിനു ചേച്ചി ഭയങ്കര അനുഗ്രഹമായിട്ട് ശുശ്രൂഷ. വാസ്തവത്തിൽ ഞങ്ങൾക്ക് നമ്മൾ നമ്മുടെ ചർച്ച ഇരിക്കുന്നതിന്റെ തൊട്ടടുത്ത ഒരു പള്ളിയിൽ പെരുന്നാൾ. അപ്പൊ ഭയങ്കര ശബ്ദവും മൈക്കും സെറ്റും ഒക്കെ വെച്ചിട്ട് നമുക്ക് ആദ്യം ഞങ്ങൾ ചെന്നപ്പോ ഒന്നും കേൾക്കത്തില്ല പറയണത് പോലും. അപ്പൊ ഞങ്ങൾ ഓർത്തായിരുന്നു മീറ്റിങ്ങിന്റെ സമയത്ത് ഇത് എങ്ങനെ ഇത്രയും സൗണ്ടിനിടയ്ക്ക് എങ്ങനെ ശുശ്രൂഷിക്കും എന്നൊക്കെ ഞങ്ങൾ ഇങ്ങനെ ഓർത്തായിരുന്നു. പക്ഷെ ഇന്നലെ അത്ഭുതകരമായിട്ട് പരിശുദ്ധാത്മാവിന്റെ മഹത്വം ഇറങ്ങിയിട്ട് ആ സൗണ്ടിനെ ഐസൊലേറ്റ് ചെയ്ത് ലിൻ സിസ്റ്റർ ശുശ്രൂഷിക്കാൻ കയറിയ സമയം തൊട്ട് ആ സൗണ്ടിനെ ഐസൊലേറ്റ് ചെയ്തിട്ട് നമ്മുടെ സൗണ്ട് ആ ഹാളിനകത്ത് മുഴുവൻ അത് ഇന്ന് വരെ ആ മൈക്ക് അത്രയും നല്ല സൗണ്ടിൽ വർക്ക് ചെയ്യണം ഞാൻ കണ്ടിട്ടില്ല. നമ്മുടെ ചർച്ചിലെ മൈക്ക് അടിപൊളിയായിട്ട് അത്രയും നല്ല സൗണ്ടിൽ അത്രയും ക്വാളിറ്റിയോടെ ഇന്നലെ സൗണ്ട് ഉണ്ടായിരുന്നു. നല്ല ക്വാളിറ്റിയിൽ ഇന്നലെ ശുശ്രൂഷിച്ച്. അതുപോലെ തന്നെയല്ല ഇന്നലെ ലിൻ സിസ്റ്റർ കയറിയപ്പോ ഒരു കാര്യം പറയുന്നത്, ഞാൻ വിനോദ് ഇല്ലാതെ എവിടെയും പോയിട്ടില്ല, ശുശ്രൂഷയ്ക്ക് എവിടെയും പോയിട്ടില്ല. പക്ഷെ ഇന്നലെ വാസ്തവത്തില് ലിൻ സിസ്റ്റർ ഒറ്റയ്ക്കല്ല അവിടെ നിന്ന് ശുശ്രൂഷ, വിനോദ് ചാച്ചനും പരിശുദ്ധാത്മാവും കൂടെ അവിടെ നിൽക്കുന്നത് ഞങ്ങൾക്ക് ഫീൽ ചെയ്തു. വാസ്തവത്തിൽ അതുപോലത്തെ ശുശ്രൂഷയായിരുന്നു ഇന്നലെ. അത് വെറുതെ പറയുമല്ല, വാസ്തവം ഞങ്ങൾക്കറിയാം ലിൻ സിസ്റ്റർ ഇതുവരെ ശുശ്രൂഷയ്ക്ക് ഞങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. നമ്മുടെ മീറ്റിങ്ങുകളും മിഡ് കൺവെൻഷനൊക്കെ വിനോദ് ചാച്ചന്റെ കൂടെ നിന്ന് പറയുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷെ ഇന്നലെ വേറൊരു വ്യക്തിയായിരുന്നു അവിടെ. ഇന്നലെ പറയുകയോ ചെയ്തു, ഇങ്ങനെ എടുത്ത് പറഞ്ഞ് ഞാൻ ഇങ്ങനെ നോക്കിയിട്ട് വന്നതൊന്നും പറഞ്ഞില്ല. പക്ഷെ ഇന്നലെ കയറി വന്നപ്പോൾ പരിശുദ്ധാത്മാവ് വേറൊരു കാര്യം പറയുക. ഞങ്ങൾക്ക് അത് പേഴ്സണലി എനിക്കും അത് ഭയങ്കര ഒരു അനുഗ്രഹമായിരുന്നു. ഞങ്ങൾ ഇന്നലെ ഒത്തിരി കാര്യങ്ങൾ ഇന്നലെ വീട്ടിൽ വെച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്ത് ചില കാര്യങ്ങളുടെ ഒരു ചെറിയൊരു വിഷമത്തിൽ ഇരിക്കുമായിരുന്നു. ആ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ വന്നു. ലിൻ സിസ്റ്റർ സംസാരിച്ചപ്പോൾ അതേ കാര്യം തന്നെ അവിടെ പറഞ്ഞു. അതിനെ ഓർത്ത് നിങ്ങൾ ഭാരപ്പെടേണ്ട എന്ന് തന്നെ എടുത്തു പറഞ്ഞു. ആ ഒരു കാര്യത്തെ കുറിച്ച് അതിനെ ഓർത്ത് നിങ്ങൾ, ഞാൻ ആ കാര്യം പറയുന്നില്ല, പക്ഷെ അതിനെ ഓർത്ത് നിങ്ങൾ ഭാരപ്പെടേണ്ട എന്നുള്ളത് എടുത്തു പറഞ്ഞു. അത് കർത്താവ് ഞങ്ങളോട് സംസാരിച്ചാന്ന് വിശ്വസിക്കുന്നത്. അതെല്ലാം ശക്തമായിട്ട് കർത്താവ് ഉപയോഗിച്ച്, കർത്താവ് ഇനിയും ശക്തമായിട്ട് ഉപയോഗിക്കുന്നത്. ആമേൻ ആമേൻ ആമേൻ. ഹല്ലേലൂയ. യെസ്, ആമേൻ. ഇന്നലെ സ്വത്രം ഇപ്പം ഇട്ട പോലെ അല്ല, ഈ അപ്പോസ്തലന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ച കർത്താവിനോട് പറയുന്നത് പ്രമോഷൻ. നമ്മള് ഒരു പടയാളി, ഒരു ദൗത്യം, ഒരു ഭടൻ ഒരു ദൗത്യം നല്ലതായിട്ട് പൂർത്തിയാക്കുമ്പോൾ അയാൾക്ക് പ്രമോഷൻ കിട്ടുന്ന പോലെ ഇന്നലെ കർത്താവ് പറയുന്നത്, ഇന്നലെ ഈ സ്വരിമാരൊക്കെ അവിടെ വന്നു, അവരെ ഏൽപ്പിച്ച ദൗത്യം മനോഹരമായിട്ട് പൂർത്തിയാക്കിയപ്പോൾ അടുത്തൊരു ലെവലിലോട്ട്
അടുത്തൊരു ലെവലിലോട്ട് ഒരു പ്രൊമോഷൻ, പുതിയ സ്റ്റാറുകള്, പുതിയ ആയുധങ്ങള്, പുതിയ വാഹനങ്ങൾ, അങ്ങനെ അടുത്തൊരു ലെവലിലോട്ട് കർത്താവ് കയറ്റുന്നു. ആ സമയത്ത് യേശുവോട് പറയാനും കർത്താവ് 2 കാര്യം പറഞ്ഞു, 1 ഓപ്പർച്യൂണിറ്റി, 2 പ്രൊമോഷൻ. ഹല്ലേലൂയ, ആമേൻ. സോ എല്ലാവർക്കും പ്രൊമോഷൻ ഉണ്ട്, ഓപ്പർച്യൂണിറ്റീസ് ഇനി വന്നോണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ, ആമേൻ. ജയശ്രീ സൗരി എന്തെങ്കിലും പറയാനാണോ? ജയശ്രീ ഗോപകുമാർ. ഇന്നലത്തെ കടുത്തുരുത്തിൽ നിന്ന് ഇതുവരെ തിരിച്ച് വീട്ടിലെത്തില്ല. അത്രയ്ക്കും അത്രയ്ക്കും ഭയങ്കര സന്തോഷം. പിന്നെ സഹോദരങ്ങളെല്ലാരും ഒത്തുകൂടി നിന്നതിന്റെ ആ ഒരു എന്താണ് പറയണമെന്ന് അറിയാൻ മേലാത്ത സന്തോഷം ഇപ്പോഴും മനസ്സിലാത്തത് തന്നെ. ഇങ്ങനെ പാട്ടും അവിടുത്തെ അനുഭവം എല്ലാം ഇങ്ങനെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കേ. വളരെ സന്തോഷം. നന്ദി പറയാം. തുടങ്ങിയിട്ടുള്ളൂ, യാത്രകൾ തുടങ്ങിയിട്ടുള്ളൂ. ഇങ്ങനെ അങ്ങോട്ട് യാത്രയോട് യാത്രയായിരിക്കും. ടീമായിട്ട് ഇതുപോലെ ഇതുപോലെ തന്നെ ഫ്ലൈറ്റ് ഇന്നലെ ബോറ എന്നോട് പറയായിരുന്നു, ടൊറന്റോയിലോട്ട് നമ്മുടെ ബ്ലോസം ടൈംസിൽ സൗരിമാരൊക്കെ ഫ്ലൈറ്റിൽ പോകുന്നതായിട്ട് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി. കാനഡ, ടൊറന്റോ. ടിജോ പാസ്റ്റർ തലേദിവസം വന്ന് വെച്ച് പറഞ്ഞ് കണക്റ്റഡ് ആണെന്ന് പറയുന്നു. പിറ്റേ ദിവസം ജോഷി പാസ്റ്റർ വന്ന് വെച്ച് പറയാണ് ഒരു ഫ്ലൈറ്റ് മുഴുവൻ ചാർട്ട് ചെയ്ത്. ഇതെല്ലാം കണക്റ്റഡ് ആയിരിക്കുന്ന വിങ്ങിനോടുള്ള ദൂതുകളായിരുന്നു മുഴുവൻ. നിങ്ങൾ അത് മുഴുവൻ തിരിച്ചു വന്നെടുത്ത് നോക്കിയാൽ മതി. അവിടെ ഫ്ലൈറ്റ് മുഴുവൻ ചാർട്ട് ചെയ്ത് പോകുന്ന കാലങ്ങൾ വിദൂരമല്ല എന്ന് ഓർപ്പിക്കുന്നു. ഇന്നലെ ടീച്ചർ വന്നിട്ട് വലിയൊരു സംഭവം, വളരെ സീരിയസ് ആയിട്ട് ടീച്ചർ ഒന്ന് പറഞ്ഞേ. ടീച്ചർ ഒന്ന് പറയോ, എന്റെ ദൈവം ഇനി സഹോദരന്മാരെന്നാ ചെയ്യൂ? എന്റെ മുമ്പിൽ ഞാനവിടെ ഇരിക്കുകയായിരുന്നു, പോയിട്ട് തിരിച്ചു വളരെ ടീച്ചർ എന്നോട് പറയാ, അയ്യോ ഇനി സഹോദരന്മാരെന്നാ ചെയ്യും? പണ്ട് ഈ ദുബൈയില് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു ക്യാമ്പ്, യൂത്ത് മീറ്റിംഗ്, യൂത്ത് ക്യാമ്പ് പോലെ ഒരു ദിവസത്തെ ഫാസ്റ്റിംഗ്. കുഞ്ഞുങ്ങളെല്ലാം പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു. കൊച്ചു പിള്ളേർ വരെ, തീരെ കൊച്ചു കുഞ്ഞുങ്ങൾ വരെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു. അവർ പ്രവചിക്കാനൊക്കെ തുടങ്ങി. അപ്പൊ പിറ്റേ ദിവസത്തെ സഭായോഗം, വീഡിയോ റെഡിയായി, ഓക്കെ. പിറ്റേ ദിവസത്തെ സഭായോഗം ഒരു കാര്യം ചെയ്യും, പിള്ളേരെ അങ്ങ് തുടങ്ങിക്കാന്ന് പറഞ്ഞു. എന്റെ ദുബൈയില് സഭായോഗം തുടങ്ങി. പിള്ളേര് സഭായോഗം തുടങ്ങി കഴിഞ്ഞ് പിന്നെ പിള്ളേരങ്ങ് ടേക്ക് ഓവർ ചെയ്തു. ആൾക്കാരെല്ലാം മുട്ടിൽ നിന്ന് കരയാനും നിലവിളിക്കാനും തുടങ്ങി. വലിയ ദൈവസാന്നിധ്യം ഇറങ്ങി. അന്ന് കത്തുമേശ മാത്രമേ എടുത്തുള്ളൂ ശുശ്രൂഷകരെ. അപ്പൊ ഞാനവർക്ക് തമാശാണ്. ജയ്ബ്ര ഒരു കസേടെ പുറകെ, ജയ്ബ്രനെ അറിയാലോ, ജയ്ബ്ര ഒരു കസേടെ പുറകെ ഇരുന്ന് ഇങ്ങനെ ഒളിച്ചു നോക്കുക മറ്റു ശുശ്രൂഷകരെ. എന്നിട്ട് ജയ്ബ്ര ചോദിക്കാം, അതേ സൗരന്മാരെ വേറെ പണി വല്ലതും അറിയാവോ? കുഞ്ഞുങ്ങളൊക്കെ ശുശ്രൂഷയ്ക്ക് എഴുന്നേറ്റിരിക്കുകയാണ്, വേറെ പരിപാടി വല്ലതും അറിയാമെന്ന് ചോദിച്ചു. ഹല്ലേലൂയ, സ്തോത്രം, ആമേൻ. അതുകൊണ്ട് സ്തോത്രം, എഴുന്നേക്കട്ടെ, എല്ലാരും എഴുന്നേക്കട്ടെ. സ്തോത്രം. കൊച്ചു കുഞ്ഞുങ്ങൾ വരെ, നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഇതുപോലെ പോയി ശുശ്രൂഷിക്കണം. ഹല്ലേലൂയ. നമ്മുടെ ജീസസ് സ്കൂളിൽ നിന്നൊരു വർഷിപ്പ് ടീം ഉണ്ടാകണം. നമ്മുടെ തങ്ങളുടെ ആഗ്രഹമാണ് ജീസസ് സ്കൂളിൽ നിന്നൊരു വർഷിപ്പ് ടീം. അവര് സ്വത്രാഴ്ചക്കൊക്കെ പാട്ട് പാടുക, വാക്യങ്ങൾ പറയുക, അങ്ങനെ ഒരു പരിപാടി ഇവിടെ പ്ലാൻ ചെയ്യുന്നുണ്ട്. സ്തോത്രം. നമുക്ക് എല്ലാവരും ശുശ്രൂഷകരാണ്. സ്വർഗീയ വിശ്വാസികളായിട്ട് ആരും ഇല്ല. ആമേൻ. ഓക്കെ, നമ്മുടെ ആ വീഡിയോ റെഡിയാണ്. ഒരു വീഡിയോ റെഡിയാണ്. ഓക്കെ. ഏലിയാവ് തന്റെ ശുശ്രൂഷ കഴിഞ്ഞ് പോകുന്ന സമയത്ത്, തന്റെ നിര്യാണകാലം അടുത്തില്ല, പോകാൻ പോകുന്ന സമയത്ത് എലീശയോട് പറഞ്ഞ കാര്യമുണ്ട്, ഞാൻ പോകുന്നത് നീ കണ്ടാൽ, ഞാൻ പോകുന്നത് നീ കാണുവാണെങ്കിൽ എനിക്ക് മേലുള്ള അവിടെ ഒരു പുതപ്പ് വീഴും. അവിടെ ഒരു പുതപ്പ് വീണു. അത് കണ്ടുകൊണ്ടിരിക്കുമ്പോ തന്റെ മേലൊരു പുതപ്പ് വീണു. അവിടെ നിന്ന് തന്റെ ശുശ്രൂഷയുടെ ലെവലുമാണ്. തന്റെ ശുശ്രൂഷ ഏലിയാവ് ചെയ്തതല്ല, എലീശ ചെയ്തത്. അതിനെ കാട്ടി വലിയൊരു ശുശ്രൂഷ തന്നെ കൊണ്ട് കർത്താവ് ചെയ്യും. ഇത് ഞാൻ പറയാം, എന്നെ കേൾക്കുന്ന ചിലരോട് പറയാം, ഇന്ന് വെറുതെ വാദങ്ങളോടെ സീരിയസ് ആയിട്ട് പരിശുദ്ധാത്മാവിന്റെ ചിലരുമായിട്ട് ഞാൻ ബോധമുള്ളൂ എന്ന് പറയുന്നവരോടാണ് പറയുന്നത്. ഇന്ന് പരിശുദ്ധാത്മാവ് ചില പുതപ്പുകളുടെ കൈമാറ്റമുണ്ട് നടക്കാൻ പോകും. ചില പുതപ്പുകൾ പരിശുദ്ധാത്മാവ് എന്തൊരാ ശുശ്രൂഷയുടെ ചില പുതപ്പുകൾ ഇതിന്റെ പോലെ ഇതുവരെ
നമ്മൾ ചില സ്ട്രഗിൾ ചെയ്ത് ചിലത് ചെയ്യണമായിരുന്നെങ്കിൽ ഇത് വളരെ സ്മൂത്ത് ആയിട്ട് ഒരു പുള്ളിക്കകത്ത് നമ്മൾ ഓയിൽ ഇട്ട് കൊടുക്കുമ്പോൾ അത് സ്മൂത്ത് ആകുന്നത് പോലെ ചില ശുശ്രൂഷയുടെ ചില സ്മൂത്ത്നെസ് പരിശുദ്ധാത്മാവ് എടുത്തുകൊണ്ട് പോകുന്നത് പോലെ ഒരു സ്റ്റെപ്പ് ഫിലിപ്പോസിനെ ആത്മാവിൽ എടുത്തുകൊണ്ട് പോയതുപോലെ ഫിലിപ്പോസ് തന്റെ വെച്ചല്ല താൻ സ്ട്രഗിൾ ചെയ്ത് പോവല്ല, ആത്മാവ് തന്നെ എടുത്തുകൊണ്ട് പോയി അടുത്ത സ്റ്റോറി കൊണ്ടുപോയി അടുത്ത സ്ഥലത്തോട്ട് താൻ നടന്നു പോവല്ല, ആത്മാവ് എടുത്തുകൊണ്ട് പോകും. അതുപോലെ ചില ആത്മാവിന്റെ ശുശ്രൂഷകൾ, ചില പരിശുദ്ധാത്മാവിന്റെ വ്യക്തമായ ശുശ്രൂഷകൾ വേണ്ടി പരിശുദ്ധാത്മാവിന് ചിലരെ എടുക്കാൻ പോവുക. നിങ്ങൾ തിരിച്ചറിയുന്നത് പോലെ ശരീരത്തിൽ തിരിച്ചറിയുന്നത് പോലെ പരിശുദ്ധാത്മാവ് ചില കാര്യങ്ങൾ, ചില പുതപ്പുകൾ, ചില കൈകാര്യങ്ങൾ ഉണ്ടാക്കാൻ പോവുക. ചിലർക്ക് പരിശുദ്ധാത്മാവെ ഞാനല്ല പരിശുദ്ധാത്മാവെ അങ്ങയുടെ പ്രവൃത്തിയ പരിശുദ്ധാത്മാവെ അങ്ങ് പറഞ്ഞെങ്കിൽ ചെയ്യാൻ കഴിവുള്ളവരുടെ ഉണ്ട്, ചെയ്യുന്ന പരിശുദ്ധാത്മാവിയുടെ ഉണ്ട്. മറ്റു പരിശുദ്ധാത്മാവെ ആരൊക്കെ ഏൽപ്പിച്ചു കൊടുക്കുമോ അവരുടെ ഒക്കെ ജീവിതങ്ങളിൽ പരിശുദ്ധാത്മാവെ ചിലർക്ക് ചെയ്തതിനായി ചില പുതപ്പുകളുടെ കൈമാറ്റങ്ങൾ ഇതുവരെ ആരും ചിന്തിച്ചിട്ടില്ലാത്ത ചില പുതപ്പുകൾ വലിയ ശുശ്രൂഷകൾ ആമേൻ ആമേൻ. സോ ഇന്നലെ എന്തിനു പറയായിരുന്നു, അവിടെ ഇരുന്നപ്പം പരിശുദ്ധാത്മാവ് സ്തോത്രം യൂത്ത് ക്യാമ്പിൽ ഒരു പുതപ്പ് കൈമാറ്റത്തെ കുറിച്ച് പറഞ്ഞ പെട്ടെന്ന് ഓർപ്പിച്ചു. ഹല്ലേലൂയ. അതവിടെ പറഞ്ഞു, അവിടെ വലിയൊരു മാൻഡിൽ, അതാ സാലി സിസ്റ്റർ പറഞ്ഞു, ഒരു മാൻഡില്, പുതിയൊരു മാൻഡിൽ വീഴുന്ന അനുഭവം. ഞാൻ ഇതിപ്പം പെട്ടെന്ന് ഈ വീഡിയോ കണ്ടോണ്ടിരിക്കാൻ പരിശുദ്ധാത്മാവിന്റെ ഉള്ളിലോട്ടൊരു കാര്യം പറയായിരുന്നു. ഈ ബൈബിൾ എന്ന് പറയുന്നത് മുഴുവൻ സക്സസേഴ്സിന്റെ, പിന്തുടർച്ചക്കാരുടെ കഥയാണ്. മോശ ചെയ്തതിനേക്കാളും വലുതാണ് യോശുവ, ഏലിയാവ് ചെയ്തതിനേക്കാളും വലുതാണ് എലീശ ചെയ്തത്. സ്തോത്രം. അതുപോലെ തന്നെ കർത്താവ് പറയാം, ഞാൻ പോകുമ്പോൾ സ്തോത്രം അതിനേക്കാളും വലുത് പരിശുദ്ധാത്മാവ് വരും. സക്സസേഴ്സ് ആണ് സ്തോത്രം. അതുകൊണ്ട് സ്തോത്രം ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് ഇത് രാവിലെ പരിശുദ്ധാത്മ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല. സ്തോത്രോത്തോളം സ്തോത്രം ഹല്ലേലൂയ. ഞാൻ വീണ്ടും പറയാം, മോശ ചെയ്തതിനേക്കാളും വലുത് യോശുവ ചെയ്തു. യോശുവയാണ് ആ ജനത്തിന് അത് വീതിച്ചു കൊടുത്തത്, ആ ദേശം പിടിച്ചു കൊടുത്തത്. ഇത് ഏലിയാവ് ചെയ്തതിന്റെ ഡബിൾ എലീശ ചെയ്തു. അങ്ങനെയാണെങ്കിൽ സക്സസ്. അത് തന്നെ യേശു പറഞ്ഞത്, സ്തോത്രം ഞാൻ പോയാൽ, ഞാൻ എന്നിൽ വിശ്വസിക്കും, ഞാൻ ചെയ്തതിലും അധികം ചെയ്യും. പരിശുദ്ധാത്മാ വരുമ്പോൾ അതാണ് യേശുവിന്റെ സക്സസറായിട്ടാണ് ആ പരിശുദ്ധാത്മാവ് വന്നത്. സോ ഈ കാലഘട്ടം, അതുകൊണ്ട് യേശു പറഞ്ഞ പ്രയോജനമുള്ള കാലഘട്ടം. അമ്മേ ഹല്ലേലൂയ. അതുകൊണ്ട് വലിയ കാര്യങ്ങൾക്ക് വേണ്ടി എല്ലാവരും റെഡിയാകുക. സ്തോത്രം. എനിക്കറിയാം ഇന്ന് അനുഭവങ്ങൾ പറഞ്ഞാലും തീരത്തില്ല, അതുപോലത്തെ അനുഭവങ്ങളാണ്. സോ ഇന്ന് വൈകുന്നേരത്തെ ബ്ലോസം ഫ്ലെയിംസ് വലിയൊരു ഫെസ്റ്റിവൽ തന്നെ ആയിരിക്കും. ഇന്നലെ ആദ്യം മുതൽ അവസാനം വരെ മഹത്വം നിറഞ്ഞു നിൽക്കുമായിരുന്നു. എല്ലാരും ഭയങ്കര അഭിഷേകത്തിലായിരുന്നു. ദൈവസ്ഥാനത്ത് അങ്ങനെ നിറഞ്ഞു നിൽക്കുമായിരുന്നു. ഞാൻ തങ്കൂർ പറയുന്ന പോലെ തന്നെ, ഗിറന്ന് പറയുന്ന പോലെ തന്നെ എല്ലാവരും ഏറ്റെടുക്കാനും ആ ദൈവമഹത്വം പൂർണ്ണമായും നിറഞ്ഞു നിൽക്കുമായിരുന്നു. എല്ലാത്തിനും മഹത്വം. ഞാൻ ലിനോട് ഒരു ചോദ്യം ചോദിച്ചു. ഞാൻ പറഞ്ഞു, ലിനോ ഒരു വർഷം മുമ്പ് ഒരു സഭായോഗത്തിൽ ശുശ്രൂഷിക്കാൻ പറഞ്ഞിരുന്നേ ചെയ്യുമെന്ന് ചോദിച്ചാൽ ഇത് പറഞ്ഞില്ല, ചെയ്തില്ല. പക്ഷെ നോക്കിക്കേ, കഴിഞ്ഞ ഒരു വർഷം കർത്താവ് ആ ബ്ലോസം ഫ്ലെയിംസിലൂടെ എല്ലാവരും ട്രെയിൻഡായി. ഞാനില്ലാതെ പോകുന്ന കാര്യം ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. പക്ഷെ നോക്കിക്കേ, കർത്താവ് അവിടെ പോയി വളരെ കൂളായിട്ടൊന്ന് ശുശ്രൂഷിച്ചു. ഹല്ലേലൂയ. അതുപോലെ സൗരങ്ങളെ നമ്മൾ ഈ അവസരങ്ങൾ കിട്ടുമ്പോണ്ടല്ലോ, ഇന്നലത്തെ അനുഭവങ്ങളൊക്കെ ഇങ്ങനെ വന്നു. രാവിലെ പിള്ളേരെ 7:30 പോകണം, അതിന്റെ തിരക്കില് സ്തോത്രം. അപ്പം അനുഭവങ്ങളൊക്കെ ഇങ്ങനെ എല്ലാരും പറഞ്ഞോണ്ടിരിക്കുകയായിരുന്നു. സ്തോത്രം. സ്തോത്രം. എന്തോ ഈ അമ്പിളി സിസ്റ്റർ സ്റ്റേജിൽ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നപ്പം ലിനു സിസ്റ്റർ വെള്ളൂര് ഇതേപോലെ ശുശ്രൂഷിക്കുക, തീ കത്തിക്കുന്ന ഒരു അനുഭവമാണ് ഞാൻ അമ്പിളി സിസ്റ്റർ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നപ്പോ ഞാൻ അവിടെ വെച്ച് കണ്ടത്. ആമേൻ ആമേൻ. എന്നൊരു ലൈല സിസ്റ്റർ എന്ന് പറഞ്ഞായിരുന്നു സ്വന്തം. ഈ സമയത്ത് അവിടെ വിശുദ്ധാത്മാവിന്റെ അഗ്നി ഇറങ്ങിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. എത്ര ശുശ്രൂഷകരാ സഹോദരങ്ങളെ നമ്മുടെ സഭയിൽ പുതുതായിട്ട് എഴുന്നേൽക്കുന്നത്. ആമേൻ. അതും ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ നല്ല ക്വാളിറ്റിയുള്ള നല്ല ഇന്നലെ അമ്പിളി സിസ്റ്ററും ഓരോരുത്തർ ശുശ്രൂഷിക്കുമ്പോൾ നല്ല ബോൾഡായിട്ട്, അല്ല ഒരു സിംഹഗർജനമായിരുന്നു അവിടെ. സിംഹഗർജന. ഓരോരുത്തരും ഒരു ചമ്മലോ പമ്മലോ പമ്മോ ഒന്നുമില്ല, നല്ല സിംഹം ഗർജിക്കുന്ന പോലെ ഇന്ന് സ്തോത്രം ഹല്ലേലൂയ ശുശ്രൂഷിക്കാൻ വളരെ നാളുകളായിട്ട് ശുശ്രൂഷിക്കുന്ന ഒരു പക്വതയുള്ള ഒരു ശുശ്രൂഷിക്കുന്ന പോലെയായിരുന്നു. ഹല്ലേലൂയ. ആമേൻ. സോ ഇന്ന് വൈകുന്നേരം ബ്ലോസം ഫ്ലെയിംസിൽ ഇന്നുകൊണ്ട് ദൈവമെന്ന് എനിക്കറിയത്തില്ല, 2-3 ദിവസത്തേക്കിനുള്ളതുണ്ട്.
എല്ലാവർക്കും അനുഭവങ്ങളൊക്കെ പങ്കുവെക്കാനായിട്ട് നിങ്ങൾക്ക് വൈകുന്നേരം ബ്ലോസം ഫ്രണ്ട്സിൽ അവസരമുണ്ട് എന്ന് ഓർപ്പിക്കുന്നു. സ്തോത്രം. അതിന്റെ പിന്നിൽ അധ്വാനിച്ച എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. സേതു ബ്രദറെ, അനിൽ ബ്രദറെ, സയോം ബ്രദറെ, എല്ലാവരും അതിന് ഒത്തിരി പേര് അതിന്റെ പുറകില് സോറിമാർ അധ്വാനിച്ചു. അവരെല്ലാം കർത്താവ് അനുഗ്രഹിക്കട്ടെ. അതെല്ലാം ബെസ്റ്റായിട്ട് നിഷ ടീച്ചർ, അൽബാർ, ഇതെല്ലാം അതിന്റെ കോർഡിനേഷനൊക്കെ ഏറ്റവും ബെസ്റ്റായിട്ട് നടന്നു. അതുപോലെ നമ്മുടെ ഗോപു ബ്രദറെ, സുരേഷ് ബാബു ബ്രദറെ, സ്തോത്രം, ഷിബു ബ്രദറെ, സ്തോത്രങ്ങള് ഒത്തിരി പേര് അതിന്റെ പിന്നിൽ എല്ലാവരും കർത്താവ് മാനിക്കട്ടെ. സ്തോത്രം. അതുകൊണ്ട് ഇനി ഇതിന്റെ ബാക്കി അനുഭവങ്ങള് ഇന്ന് വൈകുന്നേരം ബ്ലോസം ഫ്ലെയിംസിൽ ഇന്നലെ പരിശുദ്ധാത്മാവ് പറഞ്ഞൊരു കാര്യം, വൈക്കം ഡയോസിസ് നമ്മൾ ഈ ബദന്യയില് നമ്മളിങ്ങനെ പറഞ്ഞ ലാസറിന്റെ വീടെന്നല്ല, അവിടെ പറയുന്നത് ആ രണ്ട് സഹോദരിമാരുടെ പേരിൽ അറിയപ്പെട്ടതുപോലെ വൈക്കം ഡയോസിസ് സഹോദരിമാരുടെ പേരിൽ അറിയപ്പെടുമാറുള്ള എടുത്തു പറയത്തക്ക ശുശ്രൂഷകരെ കർത്താവ് എഴുന്നേൽപ്പിക്കും. അതുപോലെ ഇതൊരു സീസൺ പരിശുദ്ധാത്മാവിന് വേണ്ടി തുറന്നു കൊടുത്തപ്പോ പരിശുദ്ധാത്മാവിന്റെ എന്താ പറയാ മാതൃത്വം, എന്താ പറയാ, ആ വിനോദ് ബാർ പറയാണ്ടല്ലോ, അത് എന്നോട് കർത്താവ് ഇന്നലെ പറഞ്ഞാണ്, സഹോദരിമാരില് ഉള്ളത് പരിശുദ്ധാത്മാവിന്റെ ആ ഒരു സ്ത്രൈണത, അങ്ങനെയൊക്കെ നമുക്ക് അങ്ങനെ പറയാമോ എനിക്കറിയില്ല, അതാ ഉള്ളത്. അത് അങ്ങ് കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും അവരുടെ ശുശ്രൂഷ ഒരു പുതിയ തലത്തിലേക്ക് വെളിപ്പെടാൻ തുടങ്ങി. അതുപോലെ ഇന്നലെ എന്നെ ഒരു കാഴ്ച കർത്താവ് കാണിച്ചത്, ഈ നമ്മളൊരു പാട്ട്, നമ്മുടെ ഒരു സഹോദരന്റെ ഒരു പാട്ടുണ്ടല്ലോ, നിന്റെ കൈകൾ എന്നെ ദിനം എന്റെ കൈകൾക്ക് ബലമേറിടുന്നു, നിന്റെ കരങ്ങൾ എന്നെ ദിനം തൊടുന്നതാണ്. കുഞ്ഞുങ്ങളെ അമ്മമാരാണ് ഏറ്റവും കൂടുതൽ തൊടുന്നത്. അമ്മയുടെ വാത്സല്യത്തിൽ ശരീരം മുഴുവൻ ഏറ്റവും കൂടുതൽ സ്പർശിക്കുന്നത്, കുളിപ്പിക്കുന്നു, എടുക്കുന്നു. ഇതുപോലെ പരിശുദ്ധാത്മാവ് ആ ഒരു ഭാവത്തിൽ നമ്മുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ടാണ് കൂടുതൽ ഈ എൻകൗണ്ടേഴ്സ് ഉണ്ടാകുന്നത്. കാരണം അത്ര ഒരു സീസണിലേക്ക് നമ്മളെ കൊണ്ടുവന്നിരിക്കുക. അതുകൊണ്ടാണ് ലിനി സിസ്റ്ററിനെ കർത്താവ് ഏൽപ്പിച്ചത്. എന്നോട് പരിശുദ്ധാത്മാവ് പറഞ്ഞു, ഒരു പുരുഷനായ പൗലോസിന് എങ്ങനെയാ പ്രസവവേദന കൊടുത്തത്? ഞാനാ കൊടുത്തത്. പരിശുദ്ധാത്മാവാണ് ഇത് കൊടുക്കുന്നത്. സകല സൃഷ്ടിയും ഈറ്റുനോവോടെ ഞരങ്ങുന്നു പറയുന്നത് എല്ലാം പരിശുദ്ധാത്മാവാണ് ആ ഒരു കാര്യം കൊടുത്തത്. അത്ര ഒരു സീസണില്ല കർത്താവ് കൊണ്ടുവന്നത്. അതുകൊണ്ടാണ് സഹോദരിമാരുടെ ശുശ്രൂഷ മുമ്പില്ലാത്ത രീതിയിൽ യേശു ശുശ്രൂഷിക്കാൻ വന്നപ്പം കർത്താവിന്റെ കൂടെ നടക്കുകയും ശുശ്രൂഷിക്കുകയും കർത്താവിന്റെ വസ്ത്രം ഇളക്കി കൊടുക്കുകയും എല്ലാ കാര്യം ചെയ്തുകൊണ്ടിരുന്ന സഹോദരിമാരായിരുന്നു. അതുപോലെ എന്നോട് ഇന്നലെ പറഞ്ഞ, ഈ സുഗന്ധദ്രവ്യം പൂശാനായിട്ട് മാറിൽ ചാരി യോഹന്നാൻ പോലും ധൈര്യപ്പെട്ട് വരാത്തപ്പം സഹോദരിമാര് അതിരാവിലെ ഇരുട്ടുള്ളപ്പോൾ എത്ര ധൈര്യമായിട്ടാണ് വന്നത്. അതുപോലെയുള്ള സഹോദരിമാരെ കർത്താവ് ഡയോസസിൽ എഴുന്നേൽപ്പിക്കുക. ലിന സിസ്റ്ററെ അതിനുവേണ്ടിയാ കർത്താവ് വലിയ കാര്യത്തിന് വേണ്ടിയാ വിളിച്ചിരിക്കുന്നത്. പരിശുദ്ധാത്മാവിന്റെ എന്താ പറയാ, ഒരു നമ്മൾ ഇന്ന് വരെ കാണാത്തൊരു മാനിഫെസ്റ്റേഷൻ. ചിറകിന്റെ കാര്യം പറഞ്ഞു, ചിറക് ലിന സിസ്റ്റർ ഇപ്പൊ ശുശ്രൂഷിച്ച ഒരു ചിറകിന്റെ കാര്യം പറഞ്ഞു. എന്നോട് പരിശുദ്ധാത്മാവ് പറഞ്ഞു, മോനെ ഈ യേശു എടുത്തോണ്ട് പോയതായിട്ടോ അല്ലെങ്കിൽ പിതാവ് എടുത്തോണ്ട് പോയിട്ട് എങ്ങും പറഞ്ഞിട്ടില്ല, എടുത്തോണ്ട് പോയതെല്ലാം പരിശുദ്ധാത്മാ. കാരണം പരിശുദ്ധാത്മാവിന്റെ ചിറകില നമ്മുടെ ഫിലിപ്പോസിനെയൊക്കെ കൊണ്ടുപോയത്. അതൊരു സീസണാ. ഇതുപോലെ പരിശുദ്ധാത്മാവിന്റെ ചിറകിലായിരിക്കും ഡയോസസിനെ കർത്താവ് വഹിച്ചുകൊണ്ട് പോകുന്നത്. എന്റെ കർത്താവിന് കാണിച്ച കാര്യം, ടൊറോണ്ടോയിലേക്ക് ഒരു ഫ്ലൈറ്റ് പോകുന്നു, സഹോദരിമാര് മാത്രമേ ഉള്ളൂ. അപ്പൊ പരിശുദ്ധാത്മാവിന്റെ ചിറകില വൈകൺ ഡയോസസിന് മൂടി പരിശുദ്ധാത്മാവിന്റെ ചിറകിന്റെ കീഴിലാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഈ പെരുകി കയറുന്ന കാലം എന്ന് പറഞ്ഞാൽ എന്തു പറഞ്ഞാലും അത് പെരുകി കയറും. ഈ ബൂരോ പറഞ്ഞാല് ഞാൻ ഈ ദാവീദ് ഏറ്റവും കൂടുതൽ സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്, പല സങ്കീർത്തനമുണ്ട്. ചിറകിൻ കീഴിൽ ഞാൻ ശരണം പ്രാപിക്കുന്ന ഒത്തിരി സങ്കീർത്തനത്തിൽ പറയുന്നു. അപ്പൊ അതൊരു വലിയൊരു അനുഭവമാണ്. അതിന്റെ അകത്തായി പറഞ്ഞ മുട്ട വിരിയുന്ന പോലെ വർധനവ് നടക്കുന്നത് ചിറകിന്റെ കീഴിലാണ്. ജീവൻ അടുത്ത ലെവലിലോട്ട് കയറുന്നത് ചിറകിന്റെ കീഴിലാണ്. തോട് പൊട്ടുന്നത് ചിറകിന്റെ കീഴിലാണ്. ഇതെല്ലാം അടുത്തൊരു ലെവലിലോട്ട് കയറുന്ന എല്ലാം ഈ ചൂടിന്റെ അകത്താണ്. സോ അതുകൊണ്ട് അടുത്തൊരു സീസണിലാണ് വിശുദ്ധാത്മാവിന്റെ സ്പെഷ്യൽ സീസണാണ്. സ്വത്രം എല്ലാവരും എഴുന്നേറ്റ് ശക്തമായിട്ട് ഉപയോഗിക്കപ്പെട്ടിട്ട്. സ്വത്രം വേറെ സാക്ഷ്യങ്ങൾ ആർക്കെങ്കിലും പങ്കുവെക്കാനുണ്ടോ? സ്വത്രം നമുക്കിനി 5-6 മിനിറ്റ് കൂടെ ഉള്ളൂ. 7:25 നമുക്ക് ഈ കൊയ്റ്റുകാർക്ക് കൊടുക്കണം. സ്വത്രം വേറൊരു കാര്യമാണ്, നമ്മുടെ പുത്തങ്കാവിലെ വത്സല സിസ്റ്ററിന്റെ മോൻ ഇമ്മാനുവേൽ വചനം ശുശ്രൂഷിച്ചായിരുന്നു. ആദ്യമായിട്ട് ശുശ്രൂഷിച്ചതാണ്. പക്ഷെ ഒരിക്കൽ പോലും ആരും പറയത്തില്ല ഈ കുഞ്ഞ് ആദ്യമായിട്ടാ വചനം ശുശ്രൂഷിച്ചത്. അതുപോലെ വളരെ പ്രാഗൽഭ്യത്തോടെ നല്ല ഒരു
ആ നിപ്പും ആ ശുശ്രൂഷയൊക്കെ ഒന്ന് കാണേണ്ടതായിരുന്നു. അത്രയ്ക്ക് ഇന്നലെ അൽബർ എനിക്ക് വോയിസസ് കേട്ടായിരുന്നു. സ്വത്രമോൻ പക്വതയോടെ ആ മോനെ മോർണിംഗ് പ്രയറിൽ അടുത്ത ദിവസം തന്നെ മോർണിംഗ് പ്രയറിൽ അവന് ഇന്ന് അപർണമോൾ എത്ര ബെസ്റ്റ് ആയിട്ടാണ് ശുശ്രൂഷിച്ചത്. അവൻ എന്തോ ബെസ്റ്റ് ആയിട്ടാണ് ശുശ്രൂഷിച്ചത്. സ്വത്രം അവർക്ക് നല്ല ക്വാളിറ്റിയില്ല. അതുപോലെ ആതിര, അമ്പിളി ഇവരെല്ലാവരും ഒക്കെ വളരെ ശക്തമായിട്ട് ശുശ്രൂഷിക്കാം. അപ്പൊ ഇമ്മാനുവലിനെ നമുക്ക് അടുത്ത ദിവസം തന്നെ മോർണിംഗ് പ്രയർ, ഞാൻ ജിഷ്ണുനോട് പറഞ്ഞിട്ടുണ്ട്, മോർണിംഗ് പ്രയർ അടുത്ത ദിവസം തന്നെ ആ മോനെ ശുശ്രൂഷിപ്പിക്കാനായിട്ട്. അമ്മേ സോ അപ്പൊ നമുക്ക് ഇന്നിപ്പം നമ്മുടെ ബ്ലോസം ഫ്ലെയിംസിന്റെ സാക്ഷ്യങ്ങളായതുകൊണ്ട് നമുക്ക് ബാക്കി സാക്ഷ്യങ്ങൾ നാളത്തേക്ക് മാറ്റാം. ബർത്ത്ഡേ വെഡിങ് ആനിവേഴ്സറി ഉണ്ടോ?